എല്ലാവർക്കും സൂര്യ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യ രഞ്ജീഷ്. ഇന്ന് ഞാൻ നമ്മുടെ നാടൻ കപ്പളങ്ങ വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. കപ്പളങ്ങ വെച്ചിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഇത് വളരെ ടേസ്റ്റിയുമാണ്, വളരെ ഹെൽത്തിയുമാണ്. നമുക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പപ്പായ തോരൻ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. കപ്പളങ്ങ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള ഒരു കപ്പളങ്ങ ഇത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പളങ്ങ തോരന് വേണ്ടി ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കാം. അടുത്തതായി ഞാനിത് അവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 5-6 പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. 1/4 മുറി സവോള, ഒരു 3-4 അല്ലി വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോൾ നമ്മളുടെ തോരന് നല്ലൊരു ടേസ്റ്റ് ആണ് കിട്ടുന്നത്. 1/4 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 കപ്പോളം തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പും കൂടി ഇട്ട ശേഷം നമുക്ക് ഇതിനെ ഒന്ന് ചതച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ഞാൻ നമ്മളുടെ അരപ്പ് ചെയ്ത ഈ ഒരു പരുവത്തിൽ ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തോരൻ റെഡിയാക്കി എടുക്കാം. അടുത്തതായി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിലും ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. ആ കടുകിന്റെ കൂടെ തന്നെ ഞാൻ 2-3 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് അല്പം ഉഴുന്നുപരിപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഉഴുന്നുപരിപ്പൊക്കെ ഇടുമ്പോൾ നമ്മളുടെ തോരനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ ഉഴുന്നുപരിപ്പും മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ്, ആ മിക്സ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ അരപ്പൊക്കെ ഇടുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. തോരനൊക്കെ വെക്കുമ്പോൾ എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മൾ തോരനൊക്കെ റെഡിയാക്കി എടുക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മുടെ തോരനൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുപോലെ ആ ഉഴുന്ന് കരിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം ഞാൻ ഇതിലേക്ക് നമ്മൾ ഓൾറെഡി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ കപ്പളങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇതിട്ട് കൊടുത്ത ശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ കപ്പളങ്ങയും നമ്മളുടെ തേങ്ങയും എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതെല്ലാം കൂടെ ഈ നടുവിലേക്ക് ഇങ്ങനെ കൂട്ടി വെക്കുകയാണ്. ഇങ്ങനെ കൂട്ടി വെച്ച ശേഷം നമുക്കൊരു ലിഡ് വെച്ച് അടച്ചു വെക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ ഈ ലിഡ് വെച്ച് അടച്ച ശേഷം ഇത് ചെറിയ തീയിലിരുന്ന് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മളുടെ തോരൻ എന്തായാലും തുറന്ന് നോക്കാം. ഇപ്പം നമ്മളുടെ തോരനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല, പക്ഷേ ആ പപ്പായയിൽ നിന്നും ഇറങ്ങിയ കുറച്ച് വെള്ളമയമാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റോളം ഇതിനെ നന്നായിട്ടൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. നിരത്തിയിട്ട് കൊടുക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അതിൻ്റെ ആ വെള്ളമയം എല്ലാം വലിഞ്ഞു പോകും. അപ്പം നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള തോരൻ ഇവിടെ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇതാ നമ്മളുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അവസാനമായിട്ട് ഒരു അല്പം കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മളുടെ യമ്മി ആൻഡ് ടേസ്റ്റി ആൻഡ് ഹെൽത്തി കപ്പളങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതുണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ തോരൻ ഇരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാനൊന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം. നല്ല ടേസ്റ്റാണ്. ആ ഉഴുന്നൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. വെളുത്തുള്ളിയുടെ ടേസ്റ്റും ജീരകത്തിൻ്റെ ടേസ്റ്റും എനിക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. നമുക്ക് ലഞ്ചിനൊക്കെ കഴിക്കാം. ചോറും, എൻ്റെ ഓർമ്മയിൽ ചോറും നമ്മുടെ ചമ്മന്തിയും ഇതിന് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.